പ്രിയമുള്ളവരെ, ഏറ്റവും ഭീതിതമായ നടുക്കുന്ന വാർത്തകളുമായാണ് നമ്മുടെ ഓരോ ദിനങ്ങളും കടന്നു പോകുന്നത്. ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും അത് അവിടെയല്ലേ, ആ ജില്ലയിലല്ലേ, ആ വിദ്യാലയത്തിലല്ലേ എന്ന് ആശ്വാസം കൊള്ളാൻ ശ്രമിക്കുകയാണ് നമ്മൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ തൊട്ടയൽപ്പക്കത്ത്, നമ്മുടെ വിദ്യാലയത്തിൽ, നമ്മളുടെ മനസ്സുകൾക്കുള്ളിൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും കേൾക്കാൻ ഇടവരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒന്ന് ഓർത്തു നോക്കൂ, കേവലം 23 വയസ്സുള്ള ഒരു യുവാവ് 6 മണിക്കൂറിനുള്ളിൽ ഓടി നടന്ന് ജീവനെടുത്തത് 5 മനുഷ്യ ജീവനുകളാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് കുഞ്ഞനുജനുമായുള്ള വഴക്കിനെ തുടർന്ന് കുളിമുറിയിൽ കയറി ആത്മഹത്യ ചെയ്യുന്നത്. ലഹരിയിൽ പൊലിയുന്നത് അനേകായിരം ജീവനുകളാണ്. എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏകദേശം 20 വർഷക്കാലം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഈ 20 വർഷക്കാലത്തെ വിദ്യാലയ ജീവിതങ്ങളെ കൊണ്ട് അവൻ ആർജിക്കേണ്ട ഏതെല്ലാമോ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ സർഗാത്മകതക്കും കളിക്കമ്പത്തിനും ചങ്ങാത്തത്തിനും അവസരം ലഭിക്കാതെ മാനസിക പിരിമുറുക്കങ്ങളിലെത്തുന്ന ഈ കുട്ടികൾ ആത്മഹത്യകളിലേക്ക്, ലഹരിയിലേക്ക്, അതുപോലുള്ള സാമൂഹ്യ വിപത്തുകളിലേക്ക് കൂപ്പുകുത്തുന്ന ഭീതിതമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധി കണ്ടെത്താൻ നമുക്കായിട്ടില്ല എങ്കിൽ നാളെ നമ്മുടെ പുറകിലുയരുന്ന ചുറ്റിക നമ്മുടെ കുഞ്ഞിൻ്റേത് തന്നെയാവും. കുളിമുറിയിൽ പിടഞ്ഞു തീരുന്നത് നമ്മുടെ തന്നെ ഉടൽപ്പാതിയാവും. മരിച്ചു വീഴുന്നത് നമ്മളുടെ തന്നെ മക്കളാവും. ഈ തിരിച്ചറിവിൽ നിന്നാണ് കുട്ടികൾക്ക് വിദ്യാലയ അന്തരീക്ഷങ്ങളെ എങ്ങനെ തിരിച്ചു പിടിക്കാം, അവരുടെ കളിച്ചിരികളെ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന അന്വേഷണങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടത്. ആരോഗ്യ കായിക വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു പ്രതിവിധിയില്ല എന്ന് നമ്മൾ എത്തിച്ചേരുന്നതും അതുകൊണ്ടാണ്. ഓരോ വിദ്യാർത്ഥിയുടെ ഉള്ളിലും അവൻ്റെ ആനന്ദവും അറിവും ആരോഗ്യവും തിരിച്ചു നൽകിക്കൊണ്ടല്ലാതെ, കളിക്കമ്പത്തിന് ഇടങ്ങൾ നൽകിക്കൊണ്ടല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോവുക സാധ്യമല്ല. കാരണം കളി എന്ന് പറയുന്നത് കേവലം കളിയല്ല, അത് സൗഹൃദത്തിൻ്റെ, പരസ്പരം ഷെയർ ചെയ്യുന്നതിൻ്റെ, പരസ്പര സഹായങ്ങളുടെ, വിജയപരാജയങ്ങളെ ഉൾക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ വിളനിലങ്ങളാണ്. ഇത്തരം പാഠങ്ങൾ കുട്ടികളുടെ മുന്നിലേക്ക് നൽകണമെങ്കിൽ അവൻ്റെ കളിക്കമ്പവും കളിക്കളങ്ങളും അവന് തിരിച്ചു നൽകേണ്ടതുണ്ട്. ആരോഗ്യ കായിക വിദ്യാഭ്യാസം എല്ലാ വിദ്യാലയങ്ങളിലും നിർബന്ധമാക്കിക്കൊണ്ട് കായിക അധ്യാപകരെ എല്ലാ വിദ്യാർത്ഥികൾക്കും അനുവദിച്ചു നൽകിക്കൊണ്ട് അവരുടെ കളിച്ചിരികൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഓർത്തു നോക്കൂ, തൻ്റെ കൂട്ടുകാരൻ്റെ തോളിൽ തൂങ്ങി ഇഴഞ്ഞ് വിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികൾ അവസാനത്തെ ലോങ് ബെൽ മുഴങ്ങുന്നതോടുകൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായിസിലേക്ക് പൂമ്പാറ്റകളെപ്പോലെ പറന്നു പോകുന്ന കാഴ്ചയാണ് വിദ്യാലയങ്ങളിൽ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ പൂമ്പാറ്റകളെപ്പോലെ വിദ്യാലയങ്ങളിലേക്ക് കയറി വരികയും പൂമ്പാറ്റകളെപ്പോലെ തന്നെ തിരിച്ചിറങ്ങി പോവുകയും ചെയ്യേണ്ട കുട്ടിക്കാലമാണ് അവർക്ക് നഷ്ടമാകുന്നത് എന്ന് ഇതിൽ നിന്നും നമ്മൾ കണ്ടെത്തുകയാണ്. ഓരോ വിദ്യാലയങ്ങളും കളിയും അവരുടെ കളിച്ചിരികളും നിറച്ച് ഏറ്റവും സൗഹൃദാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ സഹിഷ്ണുതാപരമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്ന അർത്ഥത്തിൽ കായിക അധ്യാപകരുടെ കൂട്ടായ്മകൾ കേരളത്തിലുടനീളം ഉണ്ടാക്കിയെടുക്കുന്നതിന് സംയുക്ത കായിക അധ്യാപക സംഘടന ആലോചിക്കുകയാണ്. വേനൽക്കാലത്ത് എല്ലാ കുട്ടികൾക്കും കളിക്കളങ്ങൾ സംഭാവന ചെയ്തുകൊണ്ട്, അവരുടെ കളിക്കമ്പങ്ങൾക്ക് ഇടം നൽകിക്കൊണ്ട്, കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സമൂഹത്തിലെ ഏറ്റവും മാന്യനായ, ഏറ്റവും സഹായകരമായ കൈകൾ നീട്ടുന്ന കുഞ്ഞുങ്ങളായി അവരെ നമുക്ക് വളർത്തേണ്ടതുണ്ട്.
എല്ലാ പ്രശ്നങ്ങളും ലഹരിയുടെ പുറകിൽ കെട്ടിവെച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനാവില്ല. ലഹരി മാത്രമല്ല ഈ വിഷയങ്ങളുടെ കാതലായ പ്രശ്നം. അവർക്ക് ലഭ്യമാവേണ്ട എല്ലാ സർഗാത്മകതകൾക്കുമുള്ള ഇടങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവത അത്ര മോശക്കാരൊന്നുമല്ല. എല്ലാ പഴിയും അവരെ ചാർത്തി നമുക്ക് രക്ഷപ്പെടാനുമാവില്ല. പ്രളയകാലത്തും കോവിഡ് കാലത്തും കൈമെയ് മറന്ന് അവരുടെ സഹായഹസ്തങ്ങൾ നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്. തന്തപൈബുകൾ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്കും രക്ഷ നേടാനാവില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന നിലയ്ക്കാണ് കായികാധ്യാപക കൂട്ടായ്മ ഈ വേനൽക്കാല അവധിയെ, ഈ വേനൽ ചൂടിനെ കളിച്ചൂടാക്കി മാറ്റുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. വേനലവധി കാലത്ത് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും കളിക്കളങ്ങളും എല്ലാ വിദ്യാർത്ഥികൾക്കുമായി തുറന്നു കൊടുത്ത് അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് ഓരോ കുഞ്ഞിൻ്റെയും സന്തോഷവും ആഹ്ലാദവും തിരിച്ചു പിടിക്കുക എന്നതാണ് ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ വേനൽ അവധിക്കാലത്ത് എല്ലാ കുട്ടികളും കളിക്കളങ്ങളിലേക്ക് തിരിച്ചു വരണം. എല്ലാ കായികാധ്യാപകരും കുട്ടികൾക്കൊപ്പം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവരുടെ കളിച്ചിരികളും തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവരുടെയും സഹകരണം ഈ പ്രവർത്തനത്തിന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കളിച്ചിരികൾ നിറഞ്ഞ, ആഹ്ലാദങ്ങൾ നിറഞ്ഞ മുഖങ്ങളുമായി വിദ്യാലയങ്ങളിലേക്ക് ഓടിക്കയറി വരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്വപ്നം കാണുന്നു. എല്ലാവർക്കും ആഹ്ലാദത്തിൻ്റെ ഒരു പുതിയ അധ്യയന വർഷം സംയുക്ത കായിക അധ്യാപക സംഘടന ആശംസിക്കുന്നു.